ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ അടുത്ത വ്യാഴാഴ്ച പുനരാരംഭിക്കും. ഗോവ പോർട്ടിൽ നിന്ന് ബുധനാഴ്ച ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തിക്കും. കാലാവസ്ഥ നിലവിൽ അനുകൂലമാണ്. ജില്ലാ ഭരണകൂടം ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകി. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗൂഗിൾ, ഇടയ്ക്ക് ഈ തിരച്ചിലിൽ ഒരു അനിശ്ചിതത്വം വന്നപ്പോഴായിരുന്നു കർണാടക സർക്കാരിനെ അർജുൻ്റെ കുടുംബം നേരിൽ പോയി കണ്ടതും. അതിന് പിന്നാലെയാണ് തിരച്ചിൽ ഊർജിതമാക്കാനുള്ള നീക്കങ്ങളിലേക്കൊക്കെ കടക്കുന്നത്. ഇനി എപ്പോഴാണ് പുനരാരംഭിക്കുവാൻ പോകുന്ന തിരച്ചിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്? ബുധനാഴ്ച വൈകിട്ടോടുകൂടി ഗോവ പോർട്ടിൽ നിന്ന് ഈ ഡ്രഡ്ജർ ഷിരൂർ ഗംഗാവലി പുഴയിലെത്തിക്കും. വ്യാഴാഴ്ച രാവിലെ തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജൂലൈ 16-ാം തീയതിയായിരുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി അർജുനെ കാണാതായത്. തുടർന്ന് ഒരു മാസം നീണ്ട തിരച്ചിലുകൾക്ക് ശേഷം കാലാവസ്ഥയൊക്കെ പ്രതികൂലമാവുകയും 2 തവണ ഈ തിരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ മാൻ പവറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ തിരച്ചിലൊടുവിൽ ഇനി ഡ്രഡ്ജർ എത്തിച്ച് മണ്ണിനടിയിലേക്ക്, പുഴയുടെ നടുഭാഗത്ത് ഉണ്ടായിട്ടുള്ള മണ്ണിനടിയിലേക്ക് ആഴ്ന്നുള്ള പരിശോധന നടത്തിയാൽ മാത്രമേ അതിന്റെ അടിയിൽ ലോറിയും അർജുനും ഉൾപ്പെടെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കൂ എന്ന അനുമാനത്തിൽ ജില്ലാ ഭരണകൂടം എത്തിക്കുകയായിരുന്നു. എന്നാൽ ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് 1 കോടി രൂപയോളം വരുന്ന ചിലവ് ആര് വഹിക്കുമെന്നതിനെ സംബന്ധിച്ചൊരു തർക്കമൊക്കെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടം, ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടത്തിന് ഈ തുക വഹിക്കാൻ സാധിക്കില്ല എന്നൊരു കാര്യമൊക്കെ പുറത്തു വന്നതിനെ തുടർന്നായിരുന്നു ആ ഘട്ടത്തിൽ അനിശ്ചിതത്വം ഉണ്ടായത്. പിന്നീടാണ് അർജുന്റെ കുടുംബം, അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും കോഴിക്കോട് MP ഉൾപ്പെടെയുള്ള ആളുകൾ കർണാടകയിൽ പോയി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതിനാവശ്യമായിട്ടുള്ള ചെലവുകൾ കർണാടക സർക്കാർ വഹിക്കാമെന്ന് പറയുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഗോവയിലെ പോർട്ടിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നത്. ബുധനാഴ്ച വൈകിട്ടോടുകൂടി ഡ്രഡ്ജർ എത്തിക്കുകയും വ്യാഴാഴ്ച പുലർച്ചയോടുകൂടി രാവിലെയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും. ശരി, ഷിരൂരിൽ കാണാതായുള്ള അർജുനായുള്ള തിരച്ചിൽ വ്യാഴാഴ്ച പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.